അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യൻ എനിക്കെന്നും എന്റെ പ്രിയപ്പെട്ട വിഷയമാണ്. ഒരിക്കലും മടുക്കാത്ത ഭംഗിയാണ് അതിന്. ജീവിതവും ഇതുപോലെ ആയിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുണ്ട്. ഓരോ സന്ധ്യയിലും മരിച്ചു വീഴുന്ന സൂര്യൻ പിറ്റേന്ന് ഉയർത്തെഴുന്നേക്കുന്നത് എത്ര ഭംഗിയോടെയാണ്. ജീവിതം അങ്ങനെ തന്നെയല്ലേ? കരച്ചിൽ കഴിഞ്ഞാൽ ചിരി, ചിരി കഴിഞ്ഞാൽ കരച്ചിൽ, രാവും പകലും പോലെ. അതൊക്കെ കഥകളിലാണ്. ജീവിതത്തിന്റെ താളം ഒരിക്കൽ പിഴച്ചാൽ പിന്നെ അതിന്റെ ശ്രുതിയിൽ എന്നും താളപ്പിഴ തന്നെ. ജീവിതം പോലെ മനോഹരമായതൊന്നും ഈ ലോകത്തിലില്ല. സൃഷ്ടിയുടെ സൗന്ദര്യം മുഴുവൻ മനുഷ്യ ജീവിതത്തിലാണ്. നിനക്കത് തോന്നും. സ്നേഹിക്കാൻ ഒരു ഭാര്യ, ലാളിക്കാൻ ഒരു കുഞ്ഞ്. നിന്റെ ജീവിതം പ്രപഞ്ചം പോലെ ഭംഗിയുള്ളതാണ്. നിനക്കും ഇതൊക്കെ അനുഭവിക്കണമെന്നില്ലേ? ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് എത്ര കാലം നടക്കും? ജീവിതത്തിന് നീ കണ്ട സൗന്ദര്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ വീടിനകത്ത് കണ്ണീര് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കാത്ത അമ്മ, ഭാര്യയും മക്കളെ സ്നേഹിക്കാത്ത അച്ഛൻ, അച്ഛനെയും അമ്മയെയും അപരിചിതരെ പോലെ നോക്കുന്ന മക്കൾ. അവിടെയാണടാ ഞാൻ മറന്നത്. സൂര്യൻ മരിച്ചു. നീ പറഞ്ഞതുപോലെ നാളെ കൂടുതൽ ഭംഗിയോടെ ഉദിക്കാൻ. നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നല്ലയാ. ഇങ്ങനെ എന്തെല്ലാം. നീ ഒഴിക്കും, ഞാൻ ഒഴിക്കാം. നിന്റെ ഗ്ലാസ് ഇങ്ങോട്ട് താ. അയ്യോ എനിക്ക് വേണ്ട. എന്ത് മതിയെന്ന്? ഞാനേ ഒരു പെഗ്ഗി നിർത്തുന്നവനാ. ഇന്നിപ്പോ 2 ആയി. ദാറ്റ് ഈസ് ഡബിൾ ടു മൈ നോർമൽ കോട്ട. അയ്യോ ഇനി വയ്യ. ആ വേണ്ടെങ്കി വേണ്ട. സമരം ഉണ്ടാകാൻ ഇടയുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അപ്പോ നീ വിമലയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് എന്നാണ് എന്റെ എക്സിബിഷൻ കാണാൻ വരുന്നത്? അത് നമുക്ക് ഒരുമിച്ച് പോവാം പോരെ? അത് മതി. കാർപ്പറ്റും ടീപ്പോയൊക്കെ ക്ലീൻ ചെയ്യും. ഇനി മതിയാ. എപ്പോ തുടങ്ങിയതാ? ഒരു ഉപ്പി തീർത്തില്ലേ? ഊണെടുത്തു വെച്ചു. വാ നമുക്ക് ഊണ് കഴിക്കാം. ഇറ്റേട്ടാ വിമല വിളിക്കും. നീ ഇരിക്കുന്നേ, നമുക്ക് തുടങ്ങാം. അവൻ എവിടെ പോയി? സതീഷ്. എടാ സതീഷ്, ഇരിക്കടാ, ഇരിക്കാൻ. ഇത്രേട്ടാ ആ കുപ്പി ഇങ്ങനെ എടുക്ക്, നമുക്ക് ഓരോന്നും അടിക്കാം. ഊണ് കഴിക്കണ്ടേ? വേണ്ട ശ്രീ. നന്ദു ഞാനാ പറയുന്നത്, ഇവിടെ വന്നിരിക്കാൻ. ഇടാ നന്ദു, ഒറ്റ അടിയാൻ വെച്ചു തരും. നീ എന്ത് പണിയായി കാണിച്ചത്? വന്നിട്ട് ആഹാരം കഴിക്കും. ആഹാരം കാശ് കൊടുത്താൽ ഹോട്ടലിൽ കിട്ടും. കാശ് എന്റെ കയ്യിലുണ്ട്. ഞാൻ നിന്നെ തേടി വന്നത് നിന്റെ കുടുംബത്തെ പരിചയപ്പെടാം.
അവരൊരുമിച്ചിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കാം. ഒരു രാത്രി മുഴുവൻ നിന്നോടൊപ്പം ഇരുന്ന് പഴയ കഥകൾ പറഞ്ഞ് കുറെ ചിരിക്കാം, കുറെ കരയാം എന്നൊക്കെ കരുതിയാ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടാടാ? ജീവിതം എന്നും എന്നോട് ക്രൂരതയെ കാണിച്ചിട്ടുള്ളൂ. ഞാൻ കടന്നു ചെല്ലുന്നിടത്ത് പോലും അത് അതിന്റെ കറുത്ത നിഴൽ വിരിക്കുന്നു. നന്ദു, സോറി. ഇന്നൊരിക്കൽ നിന്നെ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു. നിന്റെ അനുവാദമില്ലാതെ ഞാൻ പോകുന്നു. ശ്രീനി, എന്റെ മനസ്സിലാണടാ വിശപ്പ്, സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. എന്റെ മനസ്സിൽ എന്നും നീ ഉണ്ടായിരുന്നു. നിന്റെ മനസ്സിൽ ഞാനുണ്ടായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. എനിക്കത് മതിയടാ. നന്ദു എന്റെ ആരാണെന്ന് എനിക്കറിയാമോ? നിങ്ങളുടെ ഭാര്യയല്ലെന്ന് എനിക്കറിയാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒട്ടേറെ കടപ്പാടുകളുള്ള എന്റെ ആത്മസുഹൃത്ത്. നിങ്ങളുടെ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അയാൾ ആരുമല്ല. സംസ്കാരമില്ലാത്തവൻ. നിങ്ങൾക്ക് എന്നെ കൊല്ലണം തോന്നുന്നുണ്ടോ? ചത ചിഞ്ചിഞ്ചായി കൊല്ലണമെന്ന് തോന്നുന്നു. അതിന് കുപ്പി ഉടച്ചിട്ട് എന്താ കാര്യം? ശബ്ദിച്ചു പോരുത്. ഇതെന്റെ വീടാണ്. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ വരും, ബന്ധുക്കൾ വരും, ശത്രുക്കൾ വരും. നീ ആരാ ചോദിക്കാൻ? അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാൾ വലുതാണോ കൂട്ടുകാരൻ? നിന്നേക്കാൾ 100 അല്ല 1000 മടങ്ങ് വലുതാണ് എനിക്ക് എന്റെ നന്ദു. എങ്കിൽ ഞാനിവിടെ ഒന്ന് ഇറങ്ങിത്തരാം. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. അപ്പോൾ എനിക്ക് വീട്ടിൽ ഒരു സ്ഥാനമില്ല അല്ലേ? നിന്റെ തന്തയുടെ സൗജന്യമൊന്നുമല്ല എനിക്ക് ഈ ബംഗ്ലാവ്. ഞാൻ ഈ എസ്റ്റേറ്റിന്റെ മാനേജരാണ്. എനിക്ക് അവകാശപ്പെട്ടതാണിത്. ഈ ബംഗ്ലാവിൽ എന്നെ കാണാൻ വരുന്ന എന്റെ കൂട്ടുകാരനെ ആരെ അവമാനിച്ചാലും ഞാനത് സഹിക്കില്ല, പൊറുക്കില്ല. ഈ വീട്ടിൽ കയറി വന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തവനാണ് ബ്ലഡി സ്കൗണ്ടർ.